ഇവിടെ സിലബസ് പ്രകാരം 2 ഇയർ കോഴ്സിലെ ട്രെയിനികൾക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള ഭാഗമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇന്ന് നമുക്ക് ഈ പാഠം പഠിക്കാം. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എമൗണ്ട് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് പ്രോഫിറ്റും ലോസും ഉണ്ടാവുക. അതായത് വസ്തു വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ. ടേംസ് റിലേറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രധാനപ്പെട്ട ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് കോസ്റ്റ് പ്രൈസ്. The price at which an article is purchased is called its cost price, abbreviated as CP. Selling price. The price at which an article is sold is called its selling price, abbreviated as SP. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എന്താണെന്നാണ് ആദ്യം നമുക്ക് അറിയേണ്ടത്. ഷോപ്പ് കീപ്പർ 20 രൂപയ്ക്ക് ഹോൾസെയിൽ ഡീലറിൽ നിന്നും പേന വാങ്ങുന്നുവെന്ന് കരുതുക. ഇവിടെ ഷോപ്പ് കീപ്പർ വാങ്ങിയ വില, അതായത് കോസ്റ്റ് പ്രൈസ് 20. അതാണ് CP എന്ന് നമ്മൾ പറയുന്നത്. CP = 20 രൂപ. കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില. അയാൾക്ക് ലാഭം വേണമെന്ന് കരുതുക. സോ അയാളത് 5 രൂപ കയറ്റി 25 രൂപയ്ക്ക് വിൽക്കുന്നു. ഇവിടെ വിറ്റ വില എന്ന് പറയുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. The price at which an article is sold. Selling price SP = 25 രൂപ. കോസ്റ്റ് പ്രൈസ് എന്നാൽ വാങ്ങിയ വില, സെല്ലിംഗ് പ്രൈസ് എന്നാൽ വിറ്റ വില. ക്ലിയർ ആണെന്ന് വിചാരിക്കണു. അടുത്ത പോർഷനിലേക്ക് പോവാം. പ്രോഫിറ്റ് അഥവാ ഗെയിൻ. ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ്, ദ സെല്ലർ ഈസ് സെഡ് ടു ഹാവ് എ പ്രോഫിറ്റ് ഓർ ഗെയിൻ. Profit = selling price minus cost price. Profit percentage = profit divided by cost price into 100. Loss. If selling price is less than cost price, the seller is said to have incurred a loss. Loss = cost price minus selling price. Loss percentage = loss divided by cost price into 100. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണെന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. എപ്പോഴാണ് നമുക്ക് ലാഭമുണ്ടാവുന്നത്? നമ്മൾ വാങ്ങിയതിനേക്കാൾ വിലയ്ക്ക് വസ്തു വിൽക്കുമ്പോഴാണ് ലാഭം ഉണ്ടാവുന്നത്. അതായത് വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഷോപ്പ് കീപ്പർ 20 രൂപയ്ക്ക് വാങ്ങിയ പേന 25 രൂപയ്ക്ക് വിൽക്കുന്നു. ഇവിടെ അയാൾക്ക് ലാഭമാണ്. എത്ര രൂപയാണ് ലാഭം? 5 രൂപയാണ്. പ്രോഫിറ്റ് ഓർ ഗെയിൻ = 5 rupees. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ മതിയാകും. ഇനി ചില ചോദ്യങ്ങളിൽ ലാഭശതമാനം കണ്ടുപിടിക്കാനും വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത് ലാഭശതമാനം. ലാഭശതമാനം = ലാഭം ഹരിക്കണം വാങ്ങിയ വില ഇൻറ്റു 100. ദാറ്റ് ഈസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് = പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP ഇൻറ്റു 100. അടുത്തതായി ലോസ് അഥവാ നഷ്ടം എന്താണെന്ന് നോക്കാം. നമ്മുടെ അതേ ഷോപ്പ് കീപ്പർ 20 രൂപയ്ക്ക് വാങ്ങി വെച്ചിരിക്കുന്ന പേനകൾ ചിലവാകുന്നില്ല എന്ന് കരുതുക. അയാളത് 5 രൂപ കുറച്ച് 15 രൂപയ്ക്ക് വിൽക്കുന്നു. ഇവിടെ അയാൾക്ക് നഷ്ടം അഥവാ ലോസ് ആണ് 5 രൂപ. നഷ്ടം കണക്കാക്കാനായിട്ട് കോസ്റ്റ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ മതിയാകും. ഇനി നഷ്ടശതമാനമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നഷ്ടം ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടശതമാനം കണക്കാക്കാൻ സാധിക്കും. അടുത്തതായി കുറച്ച് കണക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പറഞ്ഞതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡീലർ ബോട്ട് എ television set for rupees 10,000 and sold it for rupees 12,000. Find the profit or loss
made by him for 1 television set. If he had sold 5 television sets, find the total profit or loss. മലയാളത്തിൽ നമുക്ക് ചോദ്യത്തിൻ്റെ അർത്ഥം നോക്കാം. ഒരു ഡീലർ 10,000 രൂപ മുടക്കി ഒരു ടി വി സെറ്റ് വാങ്ങുന്നു. അതായത് വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസാണ് 10,000. CP വാങ്ങിയ വില. എന്നതിന് ശേഷം അയാളത് വിൽക്കുന്നു. വിൽക്കുക മീൻസ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് 12,000 രൂപ. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് അയാൾക്ക് ലാഭമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. എത്ര രൂപ ലാഭമുണ്ട്? 10,000 രൂപയ്ക്ക് വാങ്ങി 12,000 രൂപയ്ക്ക് വിറ്റിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാം ഇതിൽ തന്നെ 2,000 രൂപ ലാഭം. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആണ് ഇവിടെ. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സെല്ലിംഗ് പ്രൈസിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കുറച്ചാൽ മതിയാകും. 12,000 മൈനസ് 10,000 അതായത് 2,000 രൂപ. ഒരു ടി വി സെറ്റിന് 2,000 രൂപ ലാഭം എങ്കിൽ ലാസ്റ്റ് പോർഷൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതിൻ്റെ ഭാഗത്തിൽ. ഇഫ് ഹി ഹാഡ് സോൾഡ് 5 ടെലിവിഷൻ സെറ്റ്സ്, അയാൾ ഇതുപോലത്തെ 5 ടെലിവിഷൻ സെറ്റ്സ് വിറ്റ് കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ ലാഭം ഉണ്ടാവും? 5 × 2,000 അതായത് 10,000 രൂപ. ഈ ചോദ്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സഞ്ജയ് ബോട്ട് എ ബൈസൈക്കിൾ ഫോർ ₹5,000. He sold it for ₹600 less after 2 years. Find the selling price and loss percentage. സഞ്ജയ് 5,000 രൂപ മുടക്കി ഒരു സൈക്കിൾ വാങ്ങുന്നു. 2 വർഷത്തിന് ശേഷം 600 രൂപ കുറച്ച് അവനത് വിൽക്കുന്നു. നമുക്ക് വിറ്റ വില കണ്ടുപിടിക്കണം. നഷ്ടമാണെന്ന് ക്ലിയർ ആണ്. എത്രയാണ് നഷ്ടശതമാനം എന്നുകൂടി കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ സഞ്ജയ് വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസ് 5,000. എത്ര രൂപ നഷ്ടം സംഭവിച്ചിരിക്കുന്നു സഞ്ജയ്ക്ക്? 600 രൂപ നഷ്ടം. സോ വിറ്റ വില എത്രയായിരിക്കും? കോസ്റ്റ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ ലോസ് കിട്ടും. സോ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് ചെയ്താൽ മതി. അതായത് വാങ്ങിയ വിലയിൽ നിന്നും നഷ്ടത്തുക കുറയ്ക്കുക. 5,000 മൈനസ് 600 4,400. നമ്മുടെ ചോദ്യത്തിലെ ആദ്യ ഭാഗം നമ്മൾ കണ്ടുപിടിച്ചു. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 4,400. ഒരു പോർഷൻ കൂടി ഉണ്ട് ക്വസ്റ്റിന്. നഷ്ടശതമാനം എത്ര? നമ്മൾ മുൻപേ ഫോർമുല നോക്കിയതാണ്. നഷ്ടശതമാനം ഈക്വൽ ടു നഷ്ടം ഹരിക്കണം വാങ്ങിയ വില ഇൻറ്റു 100. 600/5000 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 12%. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A man bought an old bicycle for ₹1,250. He spent ₹250 on its repairs. He then sold it for ₹1,400. Find his gain or loss percentage. ഒരാൾ 1,250 രൂപ മുടക്കി ഒരു പഴയ സൈക്കിൾ വാങ്ങുന്നു. 250 രൂപയ്ക്ക് അതിന് റിപ്പയർ കൂടി ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ അയാൾക്ക് എത്ര രൂപ ചിലവായി? 1,250ഉം 250ഉം 1,500 രൂപ ചിലവായിട്ടുണ്ട്. ദെൻ അയാളത് 1,400 രൂപയ്ക്ക് വിൽക്കുന്നു. ക്വസ്റ്റ്യൻ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അയാൾക്ക് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് നോക്കാം. ലോസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലോസ് ബൈ CP ഇൻറ്റു 100. ഈ രണ്ട് ഫോർമുല ആയിരിക്കും ഈ കണക്കിൽ നമുക്ക് ഉപകാരപ്പെടുക. ഇനി ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. വാങ്ങിയ വില ഈക്വൽ ടു 1,250. വിറ്റ വില ഈക്വൽ ടു 1,400. അതിൻ്റെ ഇടയ്ക്ക് അയാൾ റിപ്പയറിംഗ് കൂടെ ചെയ്തിട്ടുണ്ട്. എമൗണ്ട് ഫോർ റിപ്പയറിംഗ് ഈക്വൽ ടു 250 രൂപ. അപ്പോൾ ടോട്ടൽ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിട്ടുണ്ടാവും? 1,250 പ്ലസ് 250 അതായത് 1,500. നഷ്ടമാണ് അയാൾക്ക്. 1,500 വാങ്ങി 1,400 വിൽക്കുക എന്ന് പറയുമ്പോൾ നഷ്ടമാണല്ലോ. നഷ്ടമാണ്. നഷ്ടം ലോസ് ഈക്വൽ ടു 1,500 മൈനസ് 1,400 100 രൂപ നഷ്ടം. ഇനി നഷ്ടശതമാനം കണക്കാക്കാൻ
ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു 100 നഷ്ടം ഹരിക്കണം വാങ്ങിയ വിലയായിട്ടുള്ള 1500 ഇൻറ്റു 100 6.67%. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫ്രൂട്ട് സെല്ലർ ബോട്ട് 8 boxes of grapes at rupees 150 each. One box was damaged. He sold the remaining boxes at rupees 190 each. Find the profit or loss percentage. ഒരു പഴക്കച്ചവടക്കാരൻ 8 ബോക്സ് മുന്തിരിങ്ങ വാങ്ങുന്നു. ഒരു ബോക്സിന് 150 രൂപ വെച്ചിട്ടാണ് അയാളത് വാങ്ങിയത്. വാങ്ങിയതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് ഒരു ബോക്സ് ഡാമേജ് ആയിരുന്നു, അതായത് അയാൾക്ക് വിൽക്കാൻ പറ്റില്ല. 7 ബോക്സേ വിൽക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള 7 ബോക്സ് അയാൾ 190 രൂപ വെച്ച് വിൽക്കുന്നു. ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് ആദ്യം നമ്മൾ നോക്കണം. എന്നതിന് ശേഷം അതിൻ്റെ ശതമാനവും കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് എഴുതി നോക്കാം. എമൗണ്ട് ഓഫ് 1 ബോക്സ് ഓഫ് ഗ്രേപ്പ് റുപ്പീസ് 150. എത്ര ബോക്സ് അയാൾ വാങ്ങിയിട്ടുണ്ട്? നമ്പർ ഓഫ് ബോക്സസ് ബോട്ട് 8. സോ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 8 ഇൻറ്റു 150 ഈക്വൽ ടു 1200. അയാൾക്ക് എത്ര ബോക്സേ വിൽക്കാൻ സാധിച്ചുള്ളൂ? നമ്പർ ഓഫ് ബോക്സസ് സോൾഡ് ഈക്വൽ ടു 8 മൈനസ് 1, കാരണം ഒരു ബോക്സ് ഡാമേജ്ഡ് ആയിരുന്നു. സോ 7 ബോക്സാണ് അയാൾ വിറ്റത്. എത്ര രൂപ വെച്ചിട്ടാണ് ഒരു ബോക്സിന് വിറ്റത്? റുപ്പീസ് 190. സോ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 7 ഇൻറ്റു 190, 7 ഇൻറ്റു 190 ഈക്വൽ ടു 1330 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. അയാൾ ടോട്ടൽ എത്ര രൂപ ചിലവായിട്ടുണ്ടായിരുന്നു? 1200 രൂപ ചിലവായി. 1330 രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു. ഇത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം അയാൾക്ക് ലാഭം തന്നെയാണ്. അതായത് ഒരു ബോക്സ് കേടുവന്ന് പോയെങ്കിലും അയാൾക്ക് ലാഭം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സോ പ്രോഫിറ്റ് ആണ്. എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്? പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. 1330 കുറയ്ക്കണം 1200, ദാറ്റ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 130. അയാൾക്ക് 130 രൂപ ലാഭം ഉണ്ടായി. ഇനി ലാഭശതമാനം ഈക്വൽ ടു ലാഭം ഹരിക്കണം വാങ്ങിയ വില ഇൻറ്റു 100. 130 ഹരിക്കണം 1200 ഇൻറ്റു 100 ഈക്വൽ ടു 10.83%. ഇത്രയുമാണ് ലാഭവും നഷ്ടവും ലാഭശതമാനവും നഷ്ടശതമാനവും കണ്ടുപിടിക്കാനുള്ള ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഫോർമുലാസും അതിൻ്റെ കണക്കുകളും കൂടി വരുന്നുണ്ട്. അതിലേക്ക് പോവാം നമുക്ക്. ഫോർമുല ടു ഫൈൻഡ് സെല്ലിംഗ് പ്രൈസ്, അതായത് വിറ്റ വില കണ്ടുപിടിക്കാൻ. ഇഫ് വാങ്ങിയ വില ആൻഡ് ലാഭശതമാനം ഈസ് ഗിവൺ, ഇഫ് സി പി ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഗിവൺ, എസ് പി കണ്ടുപിടിക്കാനായിട്ട് എസ് പി ഈക്വൽ ടു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 100 divide by 100 into cost price. If CP and loss percentage is given, അതായത് വാങ്ങിയ വിലയും നഷ്ടശതമാനവുമാണ് തന്നിട്ടുള്ളതെങ്കിൽ വിറ്റ വില കണ്ടുപിടിക്കാനായിട്ട് 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു CP ചെയ്താൽ മതിയാകും. ഫോർമുല ടു ഫൈൻഡ് കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ, ഇഫ് selling price and profit percentage is given, cost price CP equal to 100 divided by 100 plus profit percentage into selling price. If SP and loss percentage is given, CP equal to 100 divided by 100 minus loss percentage into SP. ഇനി ഈ ഫോർമുലകൾ വെച്ചിട്ടാണ് നമ്മൾ കണക്ക് ചെയ്യാൻ പോണത്. ഈ 4 ഫോർമുലയും പരസ്പരം റിലേറ്റ് ചെയ്ത് വരുന്ന ഫോർമുലയാണ്. അത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം മനസ്സിലാക്കി പഠിക്കുകയാണ് വേണം. ഒന്നിൽ നിന്നും മറ്റൊന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഹമീദ് ബൈസ് എ കളർ TV set for rupees 15,200 and sells it at a loss of 20%. What is the selling price of the TV set? ഹമീദ് ഒരു കളർ TV
15,200 രൂപ കൊടുത്ത് വാങ്ങുന്നു. എന്നതിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞ് അയാളത് 20% നഷ്ടത്തിന് വിൽക്കുന്നു. നഷ്ടശതമാനമാണ് ഇവിടെ തന്നിരിക്കുന്നത്, 20%. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും വിറ്റ വില എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വില 15,200. അടുത്തത് നഷ്ടശതമാനം 20%. സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല എഴുതുക. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു സി പി. ലോസ് പെർസെൻറ്റേജ് 20ഉം സി പി 15,200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 100 മൈനസ് 20 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 15,200 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 12,160 രൂപയാണ്. അതായത് 100 മൈനസ് 20 80, 80 ഹരിക്കണം 100 ചെയ്യുക, എന്നതിന് ശേഷം ഇൻറ്റു 15,200 ചെയ്താൽ മതിയാകും. അതായത് 15,200 വാങ്ങിയ ടി വി 20% നഷ്ടത്തിൽ വിറ്റ് കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, വിറ്റ വില എന്ന് പറയുന്നത് 12,160 രൂപയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്കൂട്ടി ഈസ് സോൾഡ് ഫോർ ₹13,600 and fetches a loss of 15%. Find the cost price of the scooty. ഒരു സ്കൂട്ടി വിൽക്കുന്നു, 13,600 രൂപയ്ക്ക് വിൽക്കുന്നു. വിറ്റ ആൾക്ക് നഷ്ടമായിരുന്നു 15%. അങ്ങനെയെങ്കിൽ അയാൾ എത്ര രൂപയ്ക്കായിരിക്കും ആ സ്കൂട്ടി വാങ്ങിയിട്ടുണ്ടാവുക? ഗിവൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിറ്റ വിലയാണ് 13,600 രൂപ. നഷ്ടശതമാനം 15%. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസാണ്. സി പി ഈക്വൽ ടു 100 ഹരിക്കണം 100 മൈനസ് നഷ്ടശതമാനം ഇൻറ്റു എസ് പി. 100 ഡിവൈഡ് ബൈ 100 മൈനസ് 15 ഇൻറ്റു 13,600 ഈക്വൽ ടു 16,000 രൂപ. അതായത് 16,000 രൂപയ്ക്ക് അയാൾ വാങ്ങിയ സ്കൂട്ടിയാണ് 15% നഷ്ടം സഹിച്ചുകൊണ്ട് 13,600 രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്. അടുത്ത നമുക്കൊരു പോർഷനിലേക്ക് പോവാം. ഡിസ്കൗണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടേം തന്നെയാണ് ഡിസ്കൗണ്ട്. അതായത് MRP റേറ്റിൽ കുറവായിട്ട് സാധനം വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുക. ഒരു തരത്തിൽ ഷോപ്പ് കീപ്പർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിലൂടെ നഷ്ടം തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി ഡിസ്കൗണ്ട് വെച്ച് വരുന്ന കണക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ദ റിഡക്ഷൻ ഗിവൺ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ദ ഡിസ്കൗണ്ട്. അതായത് വിൽക്കുന്ന വില, സെല്ലിംഗ് പ്രൈസ്, വിറ്റ വിലയ്ക്ക് അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയിൽ നിന്നും താഴ്ത്തി കൊടുക്കുക, എമൗണ്ട് കുറച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കടയിലെല്ലാം പോയാൽ ശ്രദ്ധിക്കുന്നത് എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് തന്നെ ആയിരിക്കും, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് അതിൽ നിന്നും ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് മാർക്ക് പ്രൈസ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക, ഇതാണ് നമുക്ക് ഈ പോർഷനിൽ നോക്കാനുള്ളത്. ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനായി നമുക്ക് മാർക്ക്ഡ് പ്രൈസ് അതായത് MRP എന്ന് നമ്മൾ പറയില്ലേ, അതിൽ പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന റേറ്റ്, മാർക്ക്ഡ് പ്രൈസിൽ നിന്നും സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ മതിയാകും. ഇനി മാർക്ക്ഡ് പ്രൈസ് ആണോ കണ്ടുപിടിക്കേണ്ടതെങ്കിലോ സെല്ലിംഗ് പ്രൈസ് പ്ലസ് ഡിസ്കൗണ്ട് ചെയ്താൽ മതിയാകും. സെല്ലിംഗ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടെങ്കിലോ മാർക്ക്ഡ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. ഈ 3 ഇക്വേഷനും സെയിം തന്നെയാണ്. LHSലേക്കും RHSലേക്കും വേണ്ട ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് മാറ്റിയിട്ടാൽ മതിയാകും. ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണെങ്കിലോ ഡിസ്കൗണ്ട് ഹരിക്കണം മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു 4 ഫോർമുലാസും കൂടി ഉണ്ട്. To find marked price, if selling price and discount percentage is given, mark price equal to 100 divided by 100 minus discount percentage into SP. അടുത്തതായി to find SP, if marked price and discount percentage is given, SP equal to 100 minus discount percentage divided by 100 into mark price.
To find CP, if discount percentage, profit percentage and market price is given. CP equal to 100 minus discount percentage divided by 100 plus profit percentage whole multiplied by market price. To find market price, if discount percentage, profit percentage and cost price is given. Market price equal to 100 plus profit percentage divided by 100 minus discount percentage whole multiplied by cost price. ഇനി ഈ ഫോർമുലകൾ ഉപയോഗിച്ചിട്ടുള്ള കണക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ ലോജിക്ക് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നന്നായി മനസ്സിലാവും. A bicycle marked at rupees 1500 is sold for rupees 1350. What is the percentage of discount? അതായത് MRP റേറ്റ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. എന്നാൽ 1350 രൂപയ്ക്കാണ് ഷോപ്പ് കീപ്പർ അത് നിങ്ങൾക്ക് തന്നത് എന്ന് വിചാരിക്കുക. നോർമലി ഇവിടെ ഡിസ്കൗണ്ട് ആണല്ലോ അയാൾക്ക് തന്നിരിക്കുന്നത്. എത്രയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റ് പ്രൈസ് 1500 രൂപ, സെല്ലിംഗ് പ്രൈസ് 1350 രൂപ, ഡിസ്കൗണ്ട് എത്ര രൂപയാണ്? 1500-ൽ നിന്നും 1350 രൂപ കുറച്ചാൽ മതിയല്ലോ. മാർക്ക് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, ദാറ്റ് ഈസ് 150 രൂപയാണ് അയാൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ടായി തന്നിരിക്കുന്നത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100, 150 ഡിവൈഡ് ബൈ 1500 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10% നിങ്ങൾക്ക് അയാൾ ഡിസ്കൗണ്ട് ആയിട്ട് തന്നിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളെല്ലാം ഡീൽ ചെയ്തിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഒരു ഫോർമുല രൂപത്തിൽ തന്നിരിക്കുന്നു എന്ന് മാത്രം. കുറച്ചും കൂടി ലോജിക് പരമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലിസ്റ്റ് പ്രൈസ് ഓഫ് എ ഫ്രോക്ക് ഈസ് 220 രൂപ. എ ഡിസ്കൗണ്ട് ഓഫ് 20% ഓൺ സെയിൽസ് ഈസ് അനൗൺസ്ഡ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ്? അതായത് മാർക്ക് പ്രൈസ് ആയിട്ടുള്ള 220 രൂപ എന്നാണ് ഫ്രോക്കിൽ പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. 20% ഡിസ്കൗണ്ടിലാണ് അത് വിൽക്കാനായിട്ട് കടക്കാരൻ വെച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര രൂപയാണ് ഡിസ്കൗണ്ടായി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? അതിൻ്റെ വിൽക്കപ്പെടുന്ന വില എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഗിവൺ ആയിട്ടുള്ളത് മാർക്കറ്റ് പ്രൈസ് 220 രൂപ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 20. നമുക്കറിയാം ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ ഫോർമുല ആദ്യം എഴുതാം. ഡിസ്കൗണ്ട് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഓൾറെഡി അറിയാം, ഡിസ്കൗണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിസ്കൗണ്ടിനെ നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി പോർഷൻസിനെ എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഡിസ്കൗണ്ട് ബൈ മാർക്ക് പ്രൈസ് എന്നാണ്. അതെന്താവും? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇൻറ്റു മാർക്ക് പ്രൈസ് ആവും. ഡിവൈഡ് ബൈ എന്നുള്ളത് ഇൻറ്റു ആയി മാറും. RHSൽ ഇൻറ്റു 100 ആണ്. അത് LHSലേക്ക് വരുന്ന സമയത്ത് ഡിവൈഡ് ബൈ 100 ആയിട്ട് മാറും. ഈ ഫോർമുല നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഡിസ്കൗണ്ട് ഈക്വൽ ടു ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇൻറ്റു മാർക്ക് പ്രൈസ് ഡിവൈഡ് ബൈ 100. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 20, മാർക്ക് പ്രൈസ് 220. 20 ഇൻറ്റു 220 ഹരിക്കണം 100, ദാറ്റ് ഈസ് റുപ്പീസ് 44. അതായത് 44 രൂപയാണ് നിങ്ങൾക്ക് മാർക്ക് പ്രൈസിൽ നിന്നും കുറച്ച് കിട്ടാൻ പോകുന്നത് നിങ്ങളത് വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. 220-ൽ നിന്ന് 44 രൂപ കുറച്ചാൽ മതിയാകും. ആ ഫ്രോക്ക് നിങ്ങൾക്ക് കിട്ടുക 176 രൂപയ്ക്കാണ്. 20% ഡിസ്കൗണ്ടിനാണത് വിറ്റിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആൻ അൽമിറ ഈസ് സോൾഡ് അറ്റ് റുപ്പീസ് 5225 ആഫ്റ്റർ അലോയിങ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഫൈൻഡ് ഇറ്റ്സ് മാർക്ക് പ്രൈസ്. 5% ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു അലമാരി 5225 രൂപയ്ക്ക് വിൽക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും? അതിൽ ആക്ച്വലി എഴുതി വെച്ചിരിക്കുന്ന, പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? ഗിവൺ ആയിട്ടുള്ളത് സെല്ലിംഗ് പ്രൈസ് 5225 ആൻഡ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 5%. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്ക് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ഫോർമുല യൂസ് ചെയ്യാം. അതായത് ഡിസ്കൗണ്ട് ശതമാനവും സെല്ലിംഗ് പ്രൈസും തന്നു കഴിഞ്ഞാൽ മാർക്ക് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട്
100 ഹരിക്കണം 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇൻറ്റു SP ചെയ്താൽ മതിയാകും. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. 100 ഡിവൈഡ് ബൈ 100 മൈനസ് 5 ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 5225. ദാറ്റ് ഈസ് റുപ്പീസ് 5500. അതായത് ആക്ച്വൽ ആ അലമാരിയുടെ വില എന്ന് പറയുന്നത് 5500 രൂപയായിരുന്നു. 5% ഡിസ്കൗണ്ട് തന്ന് നിങ്ങൾക്കത് എത്ര രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവാം? 5225 രൂപയ്ക്ക് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോപ്പ്കീപ്പർ അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 10% to his customers and still gains 20%. Find the mark price of an article which cost rupees 450 to the shopkeeper. അതായത് 10% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷവും ഷോപ്പ് കീപ്പർക്ക് 20% ലാഭമാണ്. അങ്ങനെയെങ്കിൽ അയാൾ ആ പ്രൊഡക്റ്റിന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റേറ്റ് എത്രയാണെന്നാണ് ചോദ്യം. 450 രൂപ അയാൾക്ക് ചിലവുണ്ട് ആ ഒബ്ജക്റ്റ് വാങ്ങാനായിട്ട്. ഗിവൺ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈക്വൽ ടു 10%, ഗെയിൻ ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 20% ആൻഡ് കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു റുപ്പീസ് 450. കോസ്റ്റ് പ്രൈസും ഡിസ്കൗണ്ട് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ CP. ഇനി ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. 100 പ്ലസ് 20 ഡിവൈഡ് ബൈ 100 മൈനസ് 10 ഇൻറ്റു 450. ദാറ്റ് ഈസ് 120 ഡിവൈഡ് ബൈ 90 മൾട്ടിപ്ലൈഡ് ബൈ 450 റുപ്പീസ് 600. അതായത് ആ ആർട്ടിക്കിളിന് അയാൾ റേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ പ്രിൻറ്റഡ് റേറ്റ് എന്ന് പറയുന്നത് 600 രൂപയായിരിക്കും ഉണ്ടാവുക. 450 രൂപ അയാൾക്ക് ചിലവായ പൈസയാണ്. 600 രൂപയ്ക്ക് അയാളത് വിൽക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എ ഡീലർ അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 10% ആൻഡ് സ്റ്റിൽ ഗെയിൻസ് 10%. വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുക്ക് വിച്ച് ഈസ് മാർക്ക്ഡ് അറ്റ് റുപ്പീസ് 220. 10% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷവും ഡീലർക്ക് 10% ലാഭമാണ്. അങ്ങനെയെങ്കിൽ അയാൾക്ക് എത്ര രൂപ ആ പുസ്തകം വാങ്ങാനായിട്ട് ചിലവായിട്ടുണ്ടാവും? അയാൾ മാർക്ക് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്, പ്രിൻറ്റഡ് റേറ്റ് എന്ന് പറയുന്നത് 220 രൂപയാണ്. അയാൾക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഗിവൺ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈക്വൽ ടു 10% ആൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 10% ആൻഡ് മാർക്ക് പ്രൈസ് ഈക്വൽ ടു 220 രൂപ. മാർക്ക് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജും ഡിസ്കൗണ്ട് പെർസെൻറ്റേജും തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ CP കണ്ടുപിടിക്കാം? CP ഈക്വൽ ടു 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ മാർക്ക് പ്രൈസ്. 100 മൈനസ് 10 ഡിവൈഡ് ബൈ 100 പ്ലസ് 10 ഇൻറ്റു 220. 90 ഡിവൈഡ് ബൈ 110 ഇൻറ്റു 220 ദാറ്റ് ഈസ് റുപ്പീസ് 180. അതായത് 180 രൂപ മുടക്കി അയാൾ വാങ്ങിയ പ്രൊഡക്റ്റാണ് അയാൾ 220 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇത്രയുമാണ് ചില സിമ്പിൾ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം ചെറിയ ചെറിയ കണക്കുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്നതിന് ശേഷം വലിയ കണക്കുകളിലേക്ക് പോവുക. ഓരോ ചോദ്യം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളവിടെ ഷോപ്പ് കീപ്പറായും നിങ്ങളവിടെ കസ്റ്റമറായും ഇമാജിൻ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. എല്ലാവരും ഈ പാഠം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. താങ്ക് യു.